നിങ്ങളല്ലേ പറഞ്ഞേ പിന്നെ എനിക്ക് ആ കൂന്തൽ കിട്ടിയ ഞാൻ മുഴുവൻ ഞാൻ വാങ്ങിയതാണ്, പൈസ എടുത്ത് വാങ്ങിയാണ്, അല്ലേ അവിടുന്ന് പിടിച്ചോന്നല്ല. അതിങ്ങനെ എന്തുകൊണ്ടാണ് പിടിച്ചാണ്? മൊത്തം ഈ കോരമല കൊണ്ട് കോരി പിടിച്ചതാണ്, അല്ല ചൂണ്ടലിൽ പിടിച്ചതല്ല. അല്ല കടലിൻ്റെ അവിടെ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ കോരും കൂന്തൽ പിടിച്ചു. അതെങ്ങനെയല്ല ഞാൻ കാണിച്ചത് എൻ്റെ കോരി. ഇങ്ങനെയാണ് പിന്നെ കൂന്തൽ കോരി പിടിച്ചത് കേട്ടോ. നമ്മളെ കടലിൽ എന്താ പുള്ളിമൂടോ ആ അതിൻ്റെ ഓരോ സൈഡിൽ ഇങ്ങനെ കല്ലിട്ടുണ്ടാവില്ലേ, അവിടെ ഇങ്ങനെ നിൽക്കുക. ലാസ്റ്റ് കല്ലുമേ നിൽക്കുക. ഒരു ടോർച്ച് വേണ്ടോ, ടോർച്ച് എമർജൻസി അങ്ങനത്തെ എന്തെങ്കിലും വേണം. അതായത് ലൈറ്റുള്ള സ്ഥലത്തേക്കാണ് ഇവർ വരിക. ലൈറ്റുള്ള സ്ഥലത്തേക്ക് വരികയാണോ അറിയില്ല. ഇവരെന്തായാലും കല്ലിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഉണ്ട് കോരിന് അങ്ങനെ കോരി നമ്മൾ ടോർച്ച് അടിച്ചാലോ ഒന്നും പ്രശ്നമൊന്നുമില്ല. ടോർച്ച് അടിച്ചാൽ ഒക്കെ നമുക്ക് കണ്ട് പോരാ. ഇവരെ സമയമാകുമ്പം കൂട്ടായിട്ട് വരട്ടെ. ഒരു 50 30 40 ഒക്കെ കൂട്ടങ്ങളുണ്ടാവും. ആ കൂട്ടൽ നമ്മൾ വലയിൽ കോരിന് എത്ര എണ്ണമാണോ കിട്ടുന്നത് അത്രയും കിട്ടും. വല വീശുന്നവർക്കാണെങ്കിൽ അതിനായിട്ട് കിട്ടും. ഇതിപ്പം മേലെ ഇറങ്ങാതെ നനയാതെ കുളിച്ച് ഞാനെന്താ പറയില്ല, അങ്ങനെ എന്തോ ആണ്. ഇതാണ് കൂന്തൽ പിടിച്ചിരുന്ന പരിപാടി. ചൂണ്ടലും പിടിച്ചതല്ല. നമുക്ക് ഇതാക്കിയിട്ടുണ്ടോ നല്ല സൈസ് നമ്മളെ കൂന്തലാണ്. നമ്മൾ എക്സ്പോർട്ടിങ് കൂന്തലെന്ന് പറയുന്നത്. അത് ഓരോ സമയത്ത് ഓരോ സമയം എല്ലായിടത്തും വരെയുണ്ട്. ഇത് ഓരോ സമയം ഈ കൂന്തലുകൾ ഫ്രഷ് ആയിട്ടാണ് എന്താണെന്ന് അറിയില്ല, കളറിങ്ങനെ മാറുക. അത് എന്തുകൊണ്ടാണ് ആർക്കെങ്കിലും ഓരോ കളറ് മാറുന്നത് എന്താണെന്നുള്ളത് ആ പുള്ളിയൊക്കെ മാറുന്ന നോക്കേണ്ടി ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയും. എന്താ സംഭവം എന്നുള്ള ആർക്കാരെങ്കിലും ഒന്ന് പറയണേ. കൂന്തലിൻ്റെ ചാകര വന്നാലാണ് ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ കേട്ടോ, കരക്കത്ത് വരുള്ളൂ.